ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനം വെള്ളത്തിൽ കൂടെ ഓടിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലാണോ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാം നമ്മുടെ വാഹനം വെള്ളത്തിൽ കൂടെ ഓടിക്കാൻ പറ്റുന്നൊരു കണ്ടീഷനിലല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം നമ്മുടെ വാഹനം എന്ന് പറഞ്ഞാൽ പ്രോപ്പർലി നമുക്ക് നോർമൽ റോഡിൽ കൂടെ അത്യാവശ്യം കട്ടർ റോഡ്സ് കൂടെ അത്യാവശ്യം മോശപ്പെട്ട വഴി കൂടെ ഓടിക്കാമെന്നല്ലാതെ ഒരു കാരണവശാലും വെള്ളത്തിൽ കൂടെ ഓടിക്കുന്ന രീതിക്കല്ല നമ്മുടെ വാഹനങ്ങളൊന്നും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്: നമുക്ക് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്യാവശ്യം വെള്ളമുള്ള അല്ലെങ്കിൽ ഒരു വെള്ളക്കെട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടെ നമ്മൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഓടിയേ പറ്റൂ, നമുക്ക് ആ ഒരു വഴി കൂടെ പോയേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ രാവിലെ പോയ സമയത്ത് അവിടെ വെള്ളമില്ലായിരുന്നു, പക്ഷേ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവിടെ വെള്ളം വന്നു. എന്തെങ്കിലും കാരണം കൊണ്ടായിക്കോട്ടെ, ചിലപ്പോൾ പൈപ്പ് പൊട്ടിയതാകാം, മഴ പെയ്തതിൻ്റെ ആകാം, എന്തെങ്കിലും രീതിക്ക് വെള്ളം കയറിയതാകാം, ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവിടെ വെള്ളം വന്നിട്ടുണ്ട്. എങ്ങനെ നമുക്കതിലേ പോകാൻ സാധിക്കും? ഡൗട്ടല്ലേ? 100% നമുക്കൊന്ന് കൺഫേം ആക്കിയേക്കും. അതായത് നമ്മളിപ്പോൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വാഹനം ഓടിക്കുമ്പോൾ എത്ര കണ്ടീഷൻ വരെ നമ്മുടെ വാഹനത്തിൽ വെള്ളത്തിൽ കൂടെ ഓടിക്കാൻ സാധിക്കും. ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഞാൻ ഈ എസ്പ്രസ്സോ കാണിച്ചു തരാം. ഇതൊരു എസ്പ്രസ്സോ വാഹനമാണ് ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള. അപ്പോൾ ഒരു ഏകദേശം നമ്മൾ ഈ വാഹനങ്ങളൊന്നും വെള്ളത്തിൽ കൂടെ ഓടിക്കാനുള്ള സിറ്റുവേഷൻ അല്ല ഉണ്ടാക്കുന്നത്. അത് നിങ്ങളാദ്യം മനസ്സിലാക്കുക. ഒരു കാരണവശാലും വെള്ളത്തിൽ കൂടെ ഓടിക്കാനുള്ള പർപ്പസിലല്ല നമ്മുടെ വാഹനങ്ങളൊന്നും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നമുക്ക് അങ്ങനെ ഒന്ന് അതിജീവിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യും എന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഏകദേശം ഒരു കൺസ്ട്രക്ഷൻ നമുക്കറിയാം. ഇതിൻ്റെ എഞ്ചിൻ വരുന്ന പോർഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ. ഇതിൻ്റെ എഞ്ചിനിലോട്ട് എയർ സക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു പാസേജാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് ഇതിലെയാണ് എയർ സക്ക് ചെയ്ത് എയർ ഫിൽറ്ററിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം എഞ്ചിനിലോട്ട് എയർ കയറണമെന്നുണ്ടെങ്കിൽ എഞ്ചിനിലോട്ട് വെള്ളം കയറണമെങ്കിൽ ഈ പോർഷൻ, അപ്പം ഏകദേശം ഈ ഹൈറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഏകദേശം ഈ ഒരു ഹൈറ്റ് വരെ നമുക്ക് വെള്ളം കൊണ്ടുപോകാൻ സാധിക്കും. അതായത് ഈ ഒരു ഹൈറ്റ് വരെ ഒരു കാരണവശാലും നിങ്ങൾ കൊണ്ടുപോകല്ലേ, 8ൻ്റെ പണി കിട്ടും. അതായത് നമ്മൾ ഈ ഒരു ഹൈറ്റിൽ വെള്ളത്തിൽ കൂടെ പോകുമ്പോഴത്തേക്കും മുമ്പോട്ട് പോകുമ്പോൾ ഓളം തള്ളി തന്നെ വെള്ളം മേളിലോട്ട് കയറാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, വെള്ളത്തിൽ കൂടെ നിങ്ങൾക്ക് അത്യാവശ്യം ഓടേണ്ടി വന്നാൽ, അതായത് നമുക്കിപ്പോൾ അറിയാം ചെറിയ രീതിക്കുള്ള വെള്ളക്കെട്ടോ അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെള്ളക്കെട്ടിൽ കൂടെ നമ്മൾ ഓടുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏകദേശം ഈ ഒരു ടയറിൻ്റെ പകുതി നിൽക്കുന്ന രീതിക്ക്, അതായത് ഏകദേശം ഈ ഒരു പോർഷൻ വരെ വലിയ സീനില്ല, അതായത് വലിയ പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് ഓടാം. പക്ഷേ ഞാനിവിടെ എഞ്ചിൻ മാത്രം കാണിച്ചുള്ളൂ. അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഗിയർ ബോക്സ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഗിയർ ബോക്സ് ശരിക്കും പറഞ്ഞാൽ ഫുള്ളി കൺസീൽഡ് ആണെന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും കൺസീൽഡ് അല്ല. അതിനകത്ത് എയർ കയറാനുള്ള പാസേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വെള്ളം കയറുമെന്ന് ചോദിച്ചാൽ ഗിയർ ബോക്സിനകത്ത് പോലും വെള്ളം കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏകദേശം ഗിയർ ബോക്സിൻ്റെ ഹൈറ്റ് നമുക്ക് കാണാം. ഈ ഒരു ഹൈറ്റാണ് ഗിയർ ബോക്സിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുമ്പോൾ, ഏകദേശം ഈ ഒരു ഹൈറ്റ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഈ ഒരു ലെവലിൽ വെള്ളം കയറിക്കഴിഞ്ഞാൽ, അതായത് ഒരു ടയറിൻ്റെ പകുതി രീതിക്ക് വെള്ളത്തിൽ കൂടെ പോവുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ടയറിൻ്റെ ആ ഒരു പകുതി രീതിക്ക് വെള്ളത്തിൽ കൂടെ ഞാൻ പോകും, MG പറഞ്ഞിട്ടുണ്ടോ പോയാൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എപ്പോഴും പോകാൻ വേണ്ടി നിൽക്കരുത്. കാരണം സിറ്റുവേഷൻസ് മാറും, വെള്ളക്കെട്ട് കൂടും. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പണി കിട്ടുന്ന വഴി നമ്മൾ അറിയത്തില്ല. അതുകൊണ്ട് കഴിവത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വെള്ളക്കെട്ട് കണ്ടു കഴിഞ്ഞാൽ കഴിവത് അതിലേ പോകാതിരിക്കാൻ ശ്രമിക്കുക. ഇൻ കേസ് എന്തെങ്കിലും അത്യാവശ്യ സിറ്റുവേഷൻസോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ടയറിൻ്റെ മേളിലോട്ട് അല്ലെങ്കിൽ ടയർ മുങ്ങുമെന്നുള്ള സിറ്റുവേഷൻ വന്നാൽ ഒരു കാരണവശാലും ഇറങ്ങല്ലേ, വാഹനം പുറകോട്ട് മാറ്റുക, റിവേഴ്സ് എടുക്കുക, പുറകോട്ട് എവിടെയെങ്കിലും ഒതുക്കിയിടുക, വാഹനം ഓഫ് ചെയ്തിടുക. ഇതാണ് ഏറ്റവും നല്ലൊരു കാര്യം. കാരണം വെറുതെ റിസ്ക് എടുക്കരുത്. റിസ്ക് എടുത്താൽ നമ്മുടെ വാഹനത്തിന് എഞ്ചിൻ കംപ്ലയിൻറ്റ് വരും. എഞ്ചിൻ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് കാശ് പോകുന്ന വഴിക്ക് ഒരു കൈയും കണക്കും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ബി കെയർഫുൾ.